പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, പിന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സുരക്ഷിതമാണ്. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഇവിടെ ഒരു ഉടമ്പടിയിലെ ഒരു വിഷയമേ, ഉടമ്പടി തുടക്കുമ്പോൾ തന്നെ എബ്രാഹത്തിനോട് ദൈവം പറയും, ഇത് ബൈലാറ്ററൽ എഗ്രിമെന്റ് ആണ്, നമ്മൾ തമ്മിൽ ഉഭയകക്ഷിയാണ്, ഒരു കക്ഷി ഞാനാണ്, ഒരു കക്ഷി നീയാണ്, അതുകൊണ്ട് ഞാനുമായിട്ട് ഉടമ്പടി ചെയ്യാൻ നീ യോഗ്യനല്ല, പക്ഷെ അതുകൊണ്ട് നിനക്ക് ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ, നീ കുറ്റമറ്റവനായിരിക്കണം എന്ന് പറയും. പിന്നെ എൻ്റെ മുമ്പിൽ തന്നെ വിരാജിക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന വചനം വായിച്ചേ, ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പൊ നമ്മള് ഓർക്കണെന്താണെന്നറിയാവോ, എന്ത് കുറ്റമായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയ്ക്ക് വരണത്. ഞാനിത് ദൈവത്തോടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ദൈവമേ എന്ത് കുറ്റമാണ് ഉദ്ദേശിക്കുന്നത്? കൽപ്പനാപരമായ കുറ്റമാണ്. 10 കൽപ്പനയല്ല ദൈവം തന്നിരിക്കുന്ന വചനം. ആ വചനത്തിന് എൻ്റെ
അതിൻ്റെ ഒരു പരിധി വരുന്ന കുറ്റങ്ങളാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ ഒരു വചനം എനിക്ക് തന്നെ എന്തറിയാമോ? കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവൻ. വചനത്തിനേക്കാളും വലുതാണല്ലോ, കൽപ്പനയേക്കാൾ വലുതാണല്ലോ ക്രിസ്തു. അപ്പം കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അവചനെടുത്തേ റോമൻ 4:8. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഇത് പഴയ നിയമത്തിൽ റെഫറൻസാണ് ഉള്ളത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ കോട്ട് ചെയ്തിരിക്കുന്ന കാരണം പുതിയ നിയമത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലെ ഈശോയാണ് കർത്താവ്. ഈശോ കുറ്റം ചുമത്താത്ത ആളാണ് ഭാഗ്യവാൻ എന്ന് പറയണത്. ഈശോ കുറ്റം ചുമത്താത്ത ആളെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ നിയമത്തിലെ 10 കൽപ്പനയല്ല അത് ശരിക്കും പറഞ്ഞാൽ. ഈശോ നമ്മളുടെ ഒരു ദൈവ പൈതലായിട്ട് ഈശോയുടെ മുമ്പിലുള്ളത് ആരാണെന്ന് അറിയാമോ? ദൈവ പൈതലാണ് ഉള്ളത്. ദൈവ പൈതങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകളാണ് ഈശോയുടെ എല്ലാ വചനങ്ങളും. അപ്പം നിങ്ങളോട് ശണ്ട കൂടി, അതാണ് ഈശോ ഒരു കർണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിങ്ങളോട് ശണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവരോടും അവരുടെ സ്നേഹം നീ കളയരുത് എന്നാണ് ഉദ്ദേശിച്ചത്. നിന്നെ ഉപദ്രവിച്ചാലും നിന്റെ സ്നേഹം നശിച്ചു പോകരുത്. അപ്പൊ അതാണ് ആ വചനം എടുത്തേ, മത്തായി 5:39. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കർണത്തടിക്കുന്നവന്. അപ്പൊ ദുഷ്ടനെ എതിർക്കരുത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ പഴയ നിയമത്തിൽ നിന്നൊക്കെ ഒത്തിരി മാറി. അതാണ് കർത്താവ് എന്ന് പറയണത്. പിന്നെ എന്താണ് ആ ദുഷ്ടനെ എതിർക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണെന്ന് അറിയാവോ? നിന്റെ വലത് കർണത്തെ അടിക്കുന്നവനെ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കരണം കൂടി ഇല്ലാന്നില്ല അതിൻ്റെ അർത്ഥം. അപ്പം ബുദ്ധിയും ബോധം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അടിച്ച് തലയെ പിടിച്ചെന്ന് വരും. അതല്ല, നിന്നെ ഉപദ്രവിച്ചാലും ആ ഉപദ്രവിക്കുന്നതിനുള്ള സ്നേഹം നീ ബാക്കി സൂക്ഷിക്കണം. അതാണ് സംഭവം. നിന്നെ ഉപദ്രവിച്ചാലും, നിന്നെ ആരൊക്കെ ഉപദ്രവിച്ചു വിചാരിച്ചോ, എന്നാലും ഇപ്പം മാനസിക ഉപദ്രവിക്കുന്നവരുണ്ട്, ശാരീരികമായി ഉപദ്രവിക്കുന്നവരുണ്ട്. അങ്ങനെ നിന്നെ ഉപദ്രവിച്ചാലും ആ ഉപദ്രവകാരിയോടുള്ള സ്നേഹം നീ കുറയ്ക്കരുത്. അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നറിയാമോ? ഞാൻ എപ്പോഴും പറയുമോ, ലോങ്കിനോസ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നില്ല ഈശോയ്ക്ക്. ഈശോയുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണത് ലോങ്കിനോസ്. അപ്പം ലോങ്കിനോസ് എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം കുന്തക്കാരാണ്. പേരൊന്നും അറിയാൻ പാടില്ല. ബൈബിൾ എഴുതിയ ആളിന് പറഞ്ഞു കുന്തക്കാർ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അവൻ ദുഷ്ടനായിരുന്നു, ഒറ്റക്കണ്ണനായിരുന്നവൻ. ആ ഒറ്റക്കണ്ണും വെച്ചുകൊണ്ട് അവൻ പ്രധാന ആചാര്യന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന ഈശോ എടുത്ത് ഇവൻ വന്ന് ഈ കുന്തവും പിടിച്ചുകൊണ്ട് കർത്താവ് മരിച്ചു വരില്ലെന്ന് അറിയാൻ വേണ്ടി ചങ്കിരി കുത്തു. അപ്പോൾ എനിക്ക് ഭാഗം എന്ന് പറയണത് ഭയങ്കര ട്രഡീഷനുള്ള ഭാഗമാണിത്. ഇപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കണമെന്ന് അറിയാമോ? ഇപ്പോൾ നാഥാനിയൽ വന്നില്ലേ? ഇപ്പം നാഥാനിയൽ കർത്താവിൻ്റെ അടുത്ത് വന്നില്ലേ? കർത്താവിനോട് പരിശുദ്ധാത്മ പറഞ്ഞേ, ഇവൻ നല്ല സ്റ്റഫാണ് കേട്ടോ, വർക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റഫാണെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നീ പറയണ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അപ്ലിക്കബിലിറ്റി ചെയ്യും. ഇവൻ ദൈവരാജ്യത്തിന് പറ്റിയ ഒരു സ്റ്റഫാണ്, നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ. പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് ഒരു നോട്ട് കൊടുത്തു. അപ്പോൾ നഥാനിയേൽ വന്നപ്പോൾ ഒന്ന് വായിച്ചു. യോഹന്നാൻ 1:47. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പം ഇതാണ് യേശുവിൻ്റെ ഒരു ഒരു ഫോർസീയിങ് ആയിട്ടുള്ള ഫാക്കൽറ്റി. പിന്നെ നഥാനിയേൽ വരുമ്പോൾ തന്നെ മൊത്തം അവൻ ഈശോയുടെ പ്രവേശിച്ച് എത്തുമ്പോൾ തന്നെ കർത്താവ് മുഴുവൻ ഡീറ്റെയിൽസ് കർത്താവിൻ്റെ കയ്യിലെത്തും. അവൻ നഥാനിയേലാണ്, മോർ ദാൻ എ ജേക്കബ്. ഭയങ്കര മദാൻ്റെ റിപ്പോർട്ടൊന്നും ഹിസ് മോർ ദാൻ എ ജേക്കബ്. ഇത് ജേക്കബ് കള്ളനായിരുന്നില്ല, കാപട്യക്കാരനായിരുന്നില്ല. ഇവന് അങ്ങനെ പോലും കാപട്യം ഇല്ലാത്തവനാണ്, നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈശോയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, മൈൻഡിൻ്റെ ഒരു ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ. ഇത് തന്നെയാണ് ഈശോ മരിക്കണ മുമ്പ് ഈ ലോങ്കിനോസ് ഇല്ലേ, കുന്തക്കാരൻ, അയാൾ വരുന്ന കണ്ടിട്ടുണ്ട് ഈശോ. അതാണ് ഈ പ്രിൻസിപ്പിൾ അങ്ങോട്ട് അപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കുന്തക്കാരൻ താൻ മരിച്ചു കഴിഞ്ഞും ഈ ഒറ്റക്കണ്ണം വരുമെന്ന് തൻ്റെ ചങ്കരി കൊത്തുമെന്നൊക്കെ അറിയാം.
എന്നിട്ടെന്താ ചെയ്തെന്നറിയാമോ? ആ ഹൃദയത്തിൽ ഇവനുള്ള വെള്ളവും ചോരയും ദൈവം സൂക്ഷിച്ച് വെച്ചിട്ടാണ് മരിക്കണത്. കരുതൽ സൂക്ഷിച്ച് വെച്ചിട്ടാണ് മരിക്കണത്. ആ ട്രഡീഷൻ ഭയങ്കര സൂപ്പർ ട്രഡീഷനാണ്. അങ്ങനെ ഈശോ അങ്ങനെ തന്നെ ചെയ്യണ കക്ഷിയാണെന്ന് നമുക്കറിയാം. ഞാൻ ഇത്രയും നാളും നമ്മൾ ഈശോയുമായിട്ട് നമ്മൾ സഞ്ചരിക്കുക, ഈശോ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അവന് ആ ഒറ്റക്കണ്ണന് അവന് കുത്താൻ വേണ്ടി വന്ന വൈരാഗിക്ക് വന്ന് മറ്റുള്ള ഈശോൻ്റെ നാമത്തെ പ്രതി മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ്. അവൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടി കർത്താവ് ഒരു തുള്ളി ചോരയും നീരും സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇതാണ് ഒരു ഈശോ എന്ന് പറഞ്ഞ സംഭവം. ഈശോ എന്ന് പറയുന്ന ഒരു റിഡംപ്റ്റീവ് യാഥാർത്ഥ്യം അതാണ്. നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കൈമാറേണ്ടത്, ഈ ഈശോനെ കൈമാറേണ്ടത്. അല്ലാതെ നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെൻറ്റുകളൊക്കെ കൈമാറിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്തറിയാമോ? ആ ഒരു അക്കാഡമിക് ലെവലിൽ മാത്രമേ സുവിശേഷ വേല നടക്കത്തുള്ളൂ. നമ്മൾ വല്ല ഡോക്യുമെൻറ്റും താഴേക്ക് വരികയും അത് ആരെങ്കിലും നമ്മളെ ആൾക്കാരെ അതിലേക്ക് ആഗ്രഹിച്ചിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ സഭയുടെ അച്ചടക്കത്തിനും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭദ്രതയ്ക്കും അതെല്ലാം ആവശ്യമാണ്. ആവശ്യമല്ല, അത്യാവശ്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈശോയെ ഈ കാലത്തുള്ള ആൾക്കാർ എങ്ങനെ ഈശോയെ കണക്ട് ചെയ്യണം? ആ കണക്ട് ചെയ്യണത് ഈ ഈശോയുടെ ഈ ബിഹേവിയറുണ്ട്. അത് ശരിക്കും നമ്മൾ ഇങ്ങനെ തുറന്നു വെക്കേണ്ടതാണ്. അതായത് ഇതിങ്ങനെ കരുതി വെച്ചിട്ടാണ്. അതാണ് ഈശോ ഈ നിൻ്റെ ഒരു കരണത്തെ അടിക്കുന്നത് മരണകാരണം കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം കരണം കാണിക്കാൻ വേണ്ടി തലയെ കൊണ്ടിരുന്ന എല്ലാ അർത്ഥം എന്താണ്? നിന്നെ ദ്രോഹിച്ചാൽ പോലും അവനോടുള്ള സ്നേഹം നീ മരിച്ചാലും നിന്റെ മനസ്സിലുണ്ടാകണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അത് കഴിഞ്ഞപ്പോൾ കോളേജിലേക്ക് വന്നു. കോളേജിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കാനഡയിലുള്ള സെൻറ്റിനിയൽ കോളേജിൽ അഡ്മിഷന് കൊടുത്തായിരുന്നു. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 30 വയസ്സിന് ശേഷമുള്ളവരവിടെ എടുക്കില്ല. എൻ്റെ വൈഫിനാണെങ്കിൽ ഈ ഡിസംബർ 29 30 വയസ്സാവും. ലാസ്റ്റ് ഇൻടേക്കിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആയിരുന്നു. ഇനിയിപ്പോൾ ജനുവരി ഇൻടേക്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ 30 വയസ്സാവും. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഹോപ്പ് അതിനും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എന്തായാലും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കത് എങ്ങനെയെങ്കിലും കിട്ടും, എൻ്റെ വൈഫിനത് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വന്നിട്ട് നേരെ ഈ പ്രാർത്ഥന മുടങ്ങാതെ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ വിസയ്ക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് കൺസൾട്ടൻസി ആയിട്ട് കണ്ടു. ആദ്യം അങ്കമാലിലുള്ളൊരു കൺസൾട്ടൻസി പോയി. അപ്പോൾ അവർ പറഞ്ഞു ഈ സെൻറ്റിനൽ കോളേജിൽ അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട്, ഇനി എടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഡെസ്പായി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞത് IELTSൻ്റെ മാർക്ക് ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദുബായിലൊക്കെ നമ്മളവിടെ നേരിട്ട് പോയി കളക്ട് ചെയ്യണം. ഓൺലൈനിൽ വഴി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല.
അപ്പോൾ നേരിട്ട് പോയി കളക്ട് ചെയ്താലേ നടക്കുള്ളൂ. പക്ഷേ അവിടെ അവധിയായിരുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അത് അഡ്മിഷൻ ക്ലോസ് ആയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അത് ഉപേക്ഷിച്ചു. ഏതും നടക്കില്ല എന്ന് മനസ്സിലായി നിന്നപ്പോഴാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാന്റമോണിക്ക വഴിയായിട്ട് അവർ എങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അഡ്മിഷന് നിങ്ങൾക്ക് ലെറ്റർ വന്നിട്ടുണ്ട്, ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ പ്രൊഫൈൽ അവർക്ക് താല്പര്യമുണ്ട്, അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഡോക്യുമെൻ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഡോക്യുമെൻ്റ് ഞങ്ങളത് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് ഒരു വലിയൊരു ഘടകം തന്നെയായിരുന്നു. ഫണ്ട് എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ ലോണിന് അപേക്ഷിച്ചു. ICICI ബാങ്കിലൊക്കെ ലോണിന് അപേക്ഷിച്ചു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കുറേ ഡിലേ വന്നു. ഡിലേ എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്നും എൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഡിലേ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം അവർ റിസൾട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ലോൺ കിട്ടില്ല, പാസ്സാവില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ മെയിൻ കാരണം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഇപ്പോൾ ലോണ് കുറച്ച് കുറവാണ് കൊടുക്കണേന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അത് നടക്കാണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഏട്ടാ അത് ദൈവത്തിന് ചിലപ്പോൾ താല്പര്യമില്ലാണ്ടായിരിക്കും, ഏട്ടൻ അത് വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചു വന്നാൽ, പക്ഷെ ഉടമ്പടി ഞാൻ എടുത്തും പോയി. ഉടമ്പടി ഇനി ബ്രേക്ക് ചെയ്യാനായിട്ട് എന്ത് വേണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അത് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഞാൻ പ്രയർ യൂണിറ്റിൻ്റെ അവിടെ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നീ നിൻ്റെ, അതായത് വൈഫിനോട് പറയാനാണ് പറയുന്നത്, നീ നിൻ്റെ വൈഫിൻ്റെ ഫാദറിനോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ വൈഫിനോട് സംസാരിച്ചപ്പോൾ വൈഫിനോട് പറഞ്ഞു, ഏട്ടാ നടക്കില്ല, ഡാഡി സമ്മതിക്കില്ല ഒന്നും, കാരണം ഇത്രയും പൈസ വേണം, സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, നീ പോയി ചോദിക്കുക, എനിക്കറിയില്ല, എന്ത് പറയുന്നു അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അവൾ ബെഡ്റൂമിൽ പോയി ഫോൺ വിളിച്ചു. തിരിച്ചു വന്നപ്പോൾ കുറേ കണ്ണീരൊക്കെ ഒഴുക്കിയിട്ട് പറഞ്ഞു, ഡാഡി സമ്മതിച്ചേട്ടാ, പൈസ തരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അങ്ങനെ ഞങ്ങളത് കൊടുത്തു. ഞങ്ങൾ വിസയ്ക്ക് പൈസ ഫണ്ടൊക്കെ റെഡിയായി കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് നമ്മൾ ഇവിടെ എൻ്റെ ഉടമ്പടി 90 ദിവസത്തെ ആയിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി തീരാറായ ദിവസങ്ങളിൽ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ഇവിടെ നിന്ന് പറയണ പോലെ കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്തിരുന്നു. വിസയുടെ കാര്യം ഒരു പോസിറ്റീവ് റിപ്ലൈ ഒന്നും വന്നിരുന്നില്ല. ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നത് ഞങ്ങൾ ഫാമിലി വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത്. പോകുന്നുണ്ടോ ഒരുമിച്ച്, ഇല്ലെങ്കിൽ വേണ്ട, അത് ഒറ്റയ്ക്കായിട്ടുള്ളൊരു വിസ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പോകണമെങ്കിൽ 3 ആൾക്ക് ഒരുമിച്ച് പോകണം. കാരണം അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എനിക്കൊരു കൊച്ചുണ്ട്, കൊച്ചിന് 2 വയസ്സാണ്. ഇതിൻ്റെ ഇടയിൽ കൊച്ചിന് തീരെ വയ്യാണ്ട് N1H1 വന്ന് ഹോസ്പിറ്റലൊരു ആഴ്ചയോളം ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയണതിൻ്റെ പേരിൽ വൈഫിനെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടില്ല. അത് ദുബായിൽ അവൾ പോയിരുന്ന സമയത്താണ്, കൊച്ചും ഞാനും ഇവിടെ ഒറ്റയ്ക്കുള്ള സമയത്താണ്. കൊച്ചു വൈഫ് ഹൗസിലായിരുന്നു. പക്ഷേ മമ്മിക്കും അതേപോലെ പനി വന്നിട്ടിരിക്കുന്ന സമയത്തായിരുന്നു, ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോവുള്ളൂ എന്ന് തീരുമാനിച്ചു. പൈസ തരണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തരണം എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക്. അത് കൊച്ചും പ്രാർത്ഥിക്കുമായിരുന്നു. കൊച്ചു ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൊച്ചും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പറയണ കേട്ടിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് 1 മാസം കഴിയാറായപ്പോഴേക്കും ഞങ്ങളുടെ വിസ ഓഫീസർ കൺസൾട്ടൻസിയിൽ നിന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ വിസ അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഈ വിസ അപ്രൂവ് ആയെന്ന് പറയണതിന് തൊട്ട് മുന്നാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ടെൻഷനായി. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഗവൺമെൻറ് കാനഡിയൻ എംബസിയിലെ കുറേ പേരെ പിരിച്ചുവിടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാക്കി. ഇനി ഞങ്ങളുടെ വിസ ലേറ്റ് ആവോ, അതേപോലെ കിട്ടാൻ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു സംശയം, ഒരു വിശ്വാസ്യത കുറയുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറയും, ഏട്ടനോട് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് കേൾക്ക്. അപ്പോൾ ഞാനത് വിശ്വസിക്കും. പോയി തുറന്നു നോക്കും, ബൈബിളിലെ വാക്യങ്ങളൊക്കെ തുറന്നു നോക്കുമ്പോൾ എന്നോട് പറയും, നീ എന്നെ വിശ്വസിക്കുക. അപ്പം എനിക്ക് ഇത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ എത്രമാത്രം ഞാൻ വിശ്വസിക്കുന്നോ, മാതാവിനോട് കൂടെ നിൽക്കുന്ന മാതാവ് നമ്മളെ ഈശോനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനും ദൈവത്തിലും നമ്മൾ പ്രിയപ്പെട്ടവരായിട്ടിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ കുടുംബത്തിലും, എൻ്റെ ജീവിതത്തിൽ എന്നും തന്നിരിക്കുന്നത് എൻ്റെ ദൈവത്തിനോട് ചേർന്ന് നിന്നപ്പം മാത്രമേ എനിക്ക് എന്തും തന്നിട്ടുള്ളൂ. അല്ലാതെ എനിക്കൊന്നും തന്നിട്ടുമില്ല, എനിക്കൊന്നും തരുകയും വേണ്ട. കാരണം അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞാനെന്നും ദുഃഖത്തിലായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് എപ്പോഴാണോ ഇഷ്ടം, ദൈവത്തിനോട് എന്നെ ചേർത്ത് നിർത്താൻ മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ. എൻ്റെ പേര് ഷെർലി റോൾഡൻ. ഞാൻ തിരുവനന്തപുരം അതിരൂപതയിൽ നിന്ന് അഞ്ചുതെങ്ങ് ഫെറോന പൂത്ര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഒക്ടോബർ മാസം 8 ലക്ഷം രൂപയുടെ കടഭാരവും ഒത്തിരി രോഗങ്ങളുമായിട്ട് ഞാൻ ഇവിടെ കടന്നു വന്ന് ഉടമ്പടി എടുത്ത് ഏറ്റവും കൂടുതൽ
എനിക്ക് അനുഭവപ്പെട്ട ഒരു രോഗം എന്ന് പറയുന്നത് ഒത്തിരി വിഷമങ്ങൾ പിടിച്ചിട്ട് ഈ കണ്ണുനീര് വറ്റിപ്പോയി. കാരണം കണ്ണെപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഐ ഡോസ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് എൻ്റെ കയ്യിൽ കൂടെ കൊണ്ട് നടക്കും. കാരണം എല്ലാ മെഡിസിനും എടുത്ത് എല്ലാ ചെക്കപ്പും കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞത് കണ്ണുനീര് ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല, ഇയാൾക്ക് ജീവിതകാലം വരെ ഈ മരുന്നൊഴിച്ച് നടക്കാമെന്ന് മാത്രമേ പറഞ്ഞു. മിനിമം 30 രൂപ കൊടുത്ത് ഓട്ടോയിൽ പോയാലും ഈ മരുന്നൊഴിച്ചല്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ആ മരുന്നുമായിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ച ഒരു നിയോഗം എൻ്റെ കണ്ണിന് സൗഖ്യം തരുവാൻ വേണ്ടിയിട്ട് ആ നിയോഗം വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് കടഭാരങ്ങൾ 8 ലക്ഷം രൂപയുടെ കടഭാരം രണ്ടാമത്തെ നിയോഗമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉടമ്പടി എടുത്ത് 10-15 ദിവസത്തിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം കണ്ണിൻ്റെ പിരിയങ്ങളിൽ പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ മരുന്ന് എനിക്ക് ഉപയോഗിക്കേണ്ട ഇതുവരെയും വന്നില്ല. 2-3 വർഷമായി ഇതുവരെയും